അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. വളരെയധികം സന്തോഷമുള്ളൊരു വേദിയിലാണ് നിൽക്കുന്നത്. ഞാൻ ജസീറ, തിരുവനന്തപുരം കാരക്കാമണ്ഡലത്തുള്ള ഹെവൻസിലെയാണ്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പഠിച്ചത് ശാന്തപുരം അൽജാമിയയിലാണ് 6 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന സാറാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു സെഷൻ ഞാനിങ്ങനെ അതിൻ്റെ ഒരു അജണ്ട കണ്ടപ്പോൾ വിചാരിച്ചു, ഒരു 3-4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ എങ്ങനെയായിരിക്കും, ഇത്രയും എല്ലാവരും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും സമയം ഒരു സെഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയായിരിക്കും, ബോറടിക്കൂലേ, എങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഫുൾ ടൈം ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഇത്രയും സമയം നീണ്ടുപോയി നമുക്കറിയാൻ പറ്റിയില്ല. ഓരോ ആപ്പുകൾ പരിചയപ്പെടുത്തുന്ന സമയത്താണെങ്കിൽ പോലും ഓരോന്നും കഴിഞ്ഞതിന് ശേഷം സാറ് നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണോ ഒരു റിഫ്രഷ്മെന്റ് ടൈം കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഓരോ കളികളും എല്ലാവരെയും ശ്രദ്ധ സാറ് കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ക്ലാസ് മുഴുവനായിട്ടും എടുത്തത്. അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. നമുക്കും അതൊരു സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇപ്പം ക്ലാസ് മാത്രമല്ല സാറ് പറഞ്ഞു തന്നത്, ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് കുട്ടികളുടെ ശ്രദ്ധ മൊത്തം നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന് താങ്ക് യു. ഇത്രയൊന്നും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നാൽ ഇത്രയൊക്കെ കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ചെറിയ വീഡിയോസൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാണ്ട് ഇനി എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വന്നു ക്ലാസ് കിട്ടി. താങ്ക് യു സർ. അസ്സലാമു അലൈക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ക്ലാസ്. എന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ സ്കിനെ പ്രത്യേകിച്ച് എനിക്ക് ആകർഷണമായത് ഈ ഗ്രീൻ സ്കിനെ പറ്റിയിട്ടാണ്. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത്രയും വലിയൊരു സംഭവം വളരെ സിമ്പിളായിട്ടാണ് സാർ ഇവിടെ പറഞ്ഞു തന്നത്, മനസ്സിലാക്കി തന്നത്. താങ്ക് യു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. എൻ്റെ പേര് സജന. ഞാൻ ഹെവൻസ് കിനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ സാറിൻ്റെ ക്ലാസ് നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ലാസ്റ്റ് വരെ എത്തിയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ വീഡിയോസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യൽ. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സ്കോർ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ കാതിക്കോട് ഹെവൻസിലെ സ്കൈ ടു മെൻറ്റേഴ്സാണ്. എൻ്റെ പേര് ഷംനാസ്. ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങൾ ചുവടുകൂടെ ഇവിടെ എത്തി. ഫസ്റ്റ് ക്ലാസ് സുഹൈൽ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. വളരെ യൂസ്ഫുള്ളായിരുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻസ്, AI ആപ്ലിക്കേഷനെ കുറിച്ച് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സ്ക്രീൻ പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് കുട്ടികൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും, അതുപോലെ ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ ലെസൺ പ്ലാൻ, ലേണിംഗ് ഔട്ട്കം, ലേണിംഗ് എയ്ഡ്സ് എന്നിങ്ങനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടി. സോ വെരി താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാത്തിമ, ചുള്ളിമാനൂർ ഹെവൻസിൽ നിന്നാണ്. അൽഹംദുലില്ലാ നല്ലൊരു ക്ലാസ്സായിരുന്നു. നമുക്ക് ഏറ്റവും അത്യാവശ്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും പ്രീ സ്കൂൾ കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ക്ലാസ്സായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് മുതലും ലാസ്റ്റ് വരെയും അടിപൊളിയായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. ഒരുപാട് യൂസ്ഫുള്ളാണ്. അൽഹംദുലില്ലാ. താങ്ക്സ്. അൽഹംദുലില്ലാ സുഹൈൽ സാറിൻ്റെ നല്ലൊരു സെഷനായിരുന്നു. കുറേ പുതിയ ആപ്പുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കൂളിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഞങ്ങളുടെ സ്കൂളിൽ സാർ പരിചയപ്പെടുത്തി തന്ന ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സുഹൈൽ സാറിന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇൻഷോട്ടിൽ ക്യാൻവയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രീതിയിലും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കുറേ ആപ്പുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതുപോലെ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടി നമ്മളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് ആപ്പിൻ്റെ ലിങ്കുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കാരണം കൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ടാണെങ്കിലും സമയമെടുത്തത് ഒന്ന് നന്നായിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ ദ ക്ലാസ്. ഏതായാലും ഇന്നത്തെ AI സെക്ഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഹെവൻസ് മെൻറ്റേഴ്സിന് ഒരു വലിയൊരു പ്രയാസമായിട്ട് തോന്നുന്നൊരു കാര്യമായിരുന്നു ശനി ഞായർ ലെസൺ പ്ലാൻ എഴുതൽ. അപ്പം ഈ ഒരു ചാറ്റ്ജിപിടിയും ജെമിനിയൊക്കെ കിട്ടിയത് കാരണം നമുക്ക് ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കൽ വളരെ എളുപ്പമായിട്ട് നടക്കുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ഹാൻഡ് ബുക്ക് ഓൾറെഡി ഹെവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെവൻസിൻ്റെ ഹാൻഡ് ബുക്കിലുള്ള ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മേക്ക് എ ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ
ഫുള്ള് നമുക്ക് വേണ്ട ഹെവൻസ് എന്താണ് പറയുന്നത് ആ ലെസൺ പ്ലാനിൻ്റെ ലേണിംഗ് ഔട്ട്കം അടക്കം കിട്ടുന്നുണ്ട്. അത് വലിയൊരു ഉപകാരം. പിന്നെ ക്യാൻവ, വീഡിയോ മേക്കിംഗ്, ഫോട്ടോ, സർട്ടിഫിക്കറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ടാസ്ക്. അത് എളുപ്പമായി ഈ ഒരു സെഷൻ കിട്ടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സെഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് വരുന്നവരായിരുന്നു. എന്നിരുന്നാലും 2-3 മണിക്കൂർ അവിടെ ഇരുന്ന ഒരു ഫീൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ടയേർഡായിട്ട് എങ്ങനെയായിരിക്കും ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളൊരു മൂഡിലായിരുന്നു ക്ലാസ്സിലേക്ക് കയറിയിരുന്നത്. പക്ഷേ സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ പ്രോഗ്രാമായിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. AI ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ കിട്ടുന്ന ഡാറ്റ നമ്മൾ അപ്പടി എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം ഒന്ന് റീചെക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ഓഫീഷ്യലി അല്ലെങ്കിൽ ഖുറാനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ശരിയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും ഇതുകൊണ്ട് ഇല്ലാതാവില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ക്രിയേറ്റിവിറ്റി ആണ് കൊടുക്കണം. എന്നിട്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. ഏതാണെങ്കിലും ഇത്രയും സമയം നിങ്ങളുമായിട്ട് കൂടെ മുന്നോട്ട് പോകാനും പിന്നെ ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ലാ. ഏതായാലും എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.